യുപിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് മര്യാദ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവരെ പറയുന്നത് മുസ്ലിങ്ങൾക്ക് മര്യാദയില്ല, മുസ്ലിങ്ങൾ അവരെ കണ്ടുപഠിക്കണമെന്നാണ്. നമ്മൾ എന്താണ് അവരെ കണ്ടുപഠിക്കേണ്ടത്? ഗുജറാത്ത് കലാപത്തിൽ നൂറുകണക്കിന് പാവപ്പെട്ട മുസ്ലിങ്ങളെ ചുട്ടരിച്ചു കൊന്നതാണോ നമ്മൾ അവരിൽ കണ്ടുപഠിക്കേണ്ടത്? അതോ സഹോദരങ്ങളെ 8 വയസ്സ് മാത്രം പ്രായമുള്ള ലാളിത്യത്തിന്റെ ലാഞ്ചന വിട്ടുമാറാത്ത ആസിഫ ബാനു എന്ന പൊന്നുമോളെ ക്ഷേത്രത്തിന്റെ ഉള്ളറയിൽ കൊണ്ടുപോയിട്ട് 8 ദിവസം ക്രൂരമായി മാറി മാറി പീഡനത്തിനിരയാക്കിയ ആ കശ്മളന്മാരെയാണോ നമ്മൾ മാതൃകയാക്കേണ്ടത്? അതാണോ സഹോദരങ്ങളെ യുപിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നമ്മളോട് പറയുന്നത്? അതാണോ നമ്മൾ മാതൃകയാക്കേണ്ടത്? ഒരു മനുഷ്യൻ എന്താവണമെന്നും എങ്ങനെയാവണമെന്നും എന്തായിക്കൂടാ എന്നും പഠിപ്പിക്കുന്ന ഒരേ ഒരു മതം അത് ദീനുൽ ഇസ്ലാമാണ്. അത് ദീനുൽ ഇസ്ലാമാണ്. നേരത്തെ മുമ്പ് ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ തന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നു എന്നറിയുമ്പോ ഉദരം ദീർപ്പിക്കുന്നവൻ അവൻ മുസ്ലിമല്ല, അവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്താ പറഞ്ഞത്? വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. നിങ്ങൾ ആ ഒരു മതക്കാരെയും ചീത്ത വിളിക്കാൻ പാടില്ല. വലാ തസുബ്ബു, നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല. മറ്റൊരു മതക്കാരെ ചീത്ത വിളിക്കാൻ പാടില്ല. അവരെ ദൈവങ്ങളെ കുറ്റം പറയാൻ പാടില്ല. അവരെ പരിഹസിക്കാൻ പാടില്ല. അവരെ ഇകഴ്ത്താൻ പാടില്ല. അല്ലാഹുവിനല്ലാതെ മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരാളെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദീനിന്റെ മാതൃക. അതാണ് ദീൻ പഠിപ്പിക്കുന്നത്. അവരോട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ദീൻ കണ്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മുടെ ദീൻ കണ്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സഹോദരങ്ങളെ, പാർലമെന്റിൽ വഖഫ് ബില്ല് പാസ്സാക്കിയപ്പോൾ ചില സഭാ നേതാക്കൾ ലഡുകളൊക്കെ വിതരണം ചെയ്തു വല്ലാത്ത ആഘോഷം നടത്തി. നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ വലുതായിട്ട് അങ്ങോട്ട് ആഘോഷിക്കണ്ട, നിങ്ങൾ വലുതായിട്ട് അങ്ങോട്ട് സന്തോഷിക്കണ്ട. അടുത്തത് നിങ്ങളാണ്, അത് നിങ്ങൾ മറക്കണ്ട. അടുത്തത് നിങ്ങളാണ്. പള്ളിയിലച്ചന്മാരെ പരസ്യമായിട്ട് ആക്രമിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ അങ്ങോട്ട് സന്തോഷിക്കണ്ട. അടുത്തത് നിങ്ങൾ തന്നെയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സഹോദരൻ, അപ്പോഴും ഈ ചിരിയും ഈ സന്തോഷവും നിങ്ങൾക്കുണ്ടായിരുന്നാ മതി. വഖഫ് ബില്ല് പാസ്സാക്കിയപ്പോൾ നമ്മൾ ചിന്തിക്കണം, എത്ര സ്ഥലങ്ങളിൽ പ്രതിഷേധം നടന്നു? വിരലിലുണ്ടാവുന്ന ചില സ്ഥലങ്ങളിൽ മാത്രമാണ് പ്രതിഷേധം നടന്നത്. മറ്റൊരു സ്ഥലങ്ങളിൽ പ്രതിഷേധം നടന്നിട്ടില്ല. പക്ഷേ NRC കൊണ്ടുവന്നപ്പോ എല്ലാവരും കൂട്ടത്തോടെ പ്രതിഷേധിക്കാൻ ഇറങ്ങി. എന്തുകൊണ്ടാ? പേടികൊണ്ടാണ്. എന്താ പേടി? തന്റെ വീട് നഷ്ടപ്പെടുമോ, കോടിക്കണക്കിന് സമ്പാദ്യമുള്ള തന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. അതുകൊണ്ട് NRC വന്നപ്പോ എല്ലാവരും കൂട്ടത്തോടെ ഇറങ്ങി പ്രതിഷേധിക്കാനും ലഹളകൾ ഉണ്ടാക്കാനൊക്കെ. പക്ഷേ വഖഫ് ബില്ല് പാസ്സാക്കിയപ്പോ അതിനെതിരെ പ്രതിഷേധിക്കാൻ ആരുമില്ല. വഖഫ് ബില്ല് വന്നാൽ എന്ത്, വഖഫ് സ്വത്ത് നഷ്ടപ്പെട്ടാൽ നമുക്കെന്ത് എന്നുള്ള മട്ടിലാണ് പലരും നടക്കുന്നത്. സഹോദരങ്ങളെ, വഖഫ് ബില്ല് പാസ്സായിരിക്കുകയാണ്. നമ്മുടെ ഇസ്ലാമിന്റെ ശിആറുകൾ നഷ്ടപ്പെടും, നമ്മുടെ മദ്രസ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടും. തുപ്പിവെക്കാൻ പോലും നമുക്ക് അനുവാദമില്ലാത്ത ആ ഒരു രീതിയിലേക്ക് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശക്തമായിട്ട് ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചേ മതിയാവുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി ആകെ ഒരേ ഒരു വഴി എന്നത് ആത്മാർത്ഥമായിട്ടുള്ള ദുആ മാത്രമാണ്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു വഴിയുമില്ല. ആത്മാർത്ഥമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ സന്തോഷത്തോടുകൂടി ഐക്യത്തോടുകൂടി രാജ്യത്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.